ശരിക്കും വെട്ടിലായത് ആരാ? ആശമാരാണോ വെട്ടിലായത്? BJP ആണോ വെട്ടിലായത്? CPM ആണോ വെട്ടിലായത്? ആരാണ് വെട്ടിലായത്? അത് ദേശാഭിമാനിയാണോ? ഇന്ന് ദേശാഭിമാനിയുടെ പത്രത്തിലെ ന്യൂസ് അനുസരിച്ച് ആശമാരെ പറ്റിച്ചിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്. അവിടെ 8ാമത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇതുപോലത്തെ നിയമങ്ങൾ നേരത്തെ വന്നു. ആ 8ാമത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പിന്നെ എന്തെങ്കിലും ആശാ വർക്കേഴ്സിന് എന്തെങ്കിലും കൂട്ടിക്കൊടുക്കണമെങ്കിൽ മാസം 135 കോടി രൂപയുടെയും വർഷത്തിൽ 1625 കോടി രൂപയും ബാധ്യത വരുന്നതുകൊണ്ട് തൽക്കാലം ഇത് മാറ്റിവെക്കാമെന്നുള്ളതായിരുന്നു 8ാമത്തെ കമ്മിറ്റിയിലെ മിനിറ്റ്സ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അതാണ് 9ാമത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി. ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ ചേർന്നു എന്ന് പറയുന്ന 9ാമത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അങ്ങനെയാണ് ചേർന്നത്. അത് ഇനി 9ാമത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മിനിറ്റ്സായി 10ാമത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി വരുമ്പോഴേ അതൊക്കെ നടപ്പിലാവുള്ളൂ. അതുകൊണ്ട് ശരിക്കും പറ്റിച്ചിരിക്കുകയാണ് എന്നാണ് ദേശാഭിമാനി പറയുന്നത്. അതുപോലെ 2023 ജനുവരി 11 8ാമത്തെ മീറ്റിങ്ങിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് വന്നത്. 9ാമത്തതിൽ 24 കൂടി. അപ്പോൾ 23 8 കൂടിയെങ്കിൽ 25 ഇത് കൂടിയല്ലോ. അപ്പോൾ ഇനി 1-2 വർഷം കഴിഞ്ഞ് അടുത്തത് കൂടുകയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പാർലമെൻറ്റിൽ പറഞ്ഞിരിക്കും നമ്മുടെ NK പ്രേമചന്ദ്രന് RSPയുടെ NK പ്രേമചന്ദ്രൻ MPക്ക് ലോക്സഭയിൽ കൊടുത്തിരിക്കുന്ന മറുപടി, ആരോഗ്യമന്ത്രി കൊടുത്തിരിക്കുന്ന മറുപടി, ഇത് ഇവർക്ക് എന്ത് കൂട്ടിക്കൊടുത്തിട്ടുണ്ട്? ആശാ വർക്കേഴ്സിൻ്റെ തുക കൂട്ടിക്കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും ഇതെന്താ സംഭവിക്കുന്നത്? ഇതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ നടപടികൾ ആവശ്യമുണ്ട്. പിന്നെ ദേശാഭിമാനി പറയുന്നൊരു കാര്യം, ഉത്തരവ് വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ ഉത്തരവ് വന്നില്ലെങ്കിൽ കൃത്യമായി അവിടെ തീരുമാനമുണ്ടെങ്കിൽ മിനിറ്റ്സ് ആയിട്ടുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ് കൂടി അതിനകത്ത് ഇടപെട്ട് NHMൻ്റെ ഡയറക്ടർ കൂടി ഇടപെട്ട് ആ ഉത്തരവ് ഇനി വാങ്ങുക. ഇനി അങ്ങനെ ഇൻസെൻറ്റീവ് അവിടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ, കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോൾ പറഞ്ഞെന്താണ്? അവർ കൂട്ടട്ടെ, ഞങ്ങൾ കൂട്ടാമെന്നാണ് പറഞ്ഞത്. അവർ കൂട്ടിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഇത് കൂട്ടേണ്ടതാണ്, നമുക്കും കൂട്ടാം. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് ചില പോസ്റ്റുകൾ FBയിൽ ഇട്ടിട്ടുണ്ട്. നരേന്ദ്രമോദി വാക്ക് പാലിച്ചിരിക്കുന്നു. സുരേഷ് ഗോപി ചില പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. സുരേഷ് ഗോപി സമരസ്ഥലത്ത് ചെന്ന് അവർക്ക് ആവശ്യമായ കുറച്ച് ഭക്ഷണപ്പൊതിയോ മറ്റ് കിറ്റും പരിപാടികളൊക്കെ കൊടയോ ഒക്കെ കൊടുത്തപ്പോൾ അതിന് ഒരുപാട് മാന്തി പറിച്ച ആളുകൾ, അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ കുറേ കൂടെ സഹായം ചെയ്തേനെ. അതെല്ലാം മാന്തി പറിച്ചെങ്കിലും ഇനി ഇങ്ങോട്ട് വരണമെങ്കിൽ ഉത്തരവും കൊണ്ട് വന്നാൽ മതി എന്നൊക്കെയുള്ള നിലയിൽ ചില നിലപാടുകൾ ചില ആളുകൾ എടുത്തു. അതൊന്നും ശരിയായ നിലപാടല്ല. ആരെങ്കിലും നമ്മളെ കഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ 170 ദിവസമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ആരെങ്കിലും മഴയത്തോ വെയിലത്തോ വന്ന് കുറച്ച് ഭക്ഷണമോ അല്ലെങ്കിൽ അതിൻ്റെ പൈസയോ അല്ലെങ്കിൽ കുടയോ വട്ടിയോ എന്തെങ്കിലുമൊക്കെ തരുമ്പോൾ അവരെയും കൂടി കുറ്റം പറയുന്ന രീതിയിലാണ്. ഇപ്പോൾ എല്ലാത്തിലും രാഷ്ട്രീയമാണല്ലോ. നമ്മളിപ്പോൾ അമ്മ ചത്തുപോയാലും പിന്നെ 2 രാഷ്ട്രീയമായിട്ട് നിന്ന് നമ്മൾ അടക്കണോ വേണ്ടതെന്ന് ആലോചിച്ചിട്ട് ബോഡി ഇട്ടുകൊണ്ട് കിടക്കുന്ന സമൂഹമാണ് കേരളം. അല്ലാതെ എടുത്ത് അടക്കാമെന്ന് വിചാരിക്കുന്നവരല്ല. അപ്പോൾ ആ തരത്തിലൊക്കെ ചിന്തിക്കുന്ന വളരെ മോശം ഒരു സമൂഹമാണ് നമ്മൾ. ആവശ്യത്തിനുള്ള കാര്യത്തിലും രക്തത്തിലും മൂത്രത്തിലും എല്ലാത്തിലും രാഷ്ട്രീയം കണ്ട് നടക്കുന്നൊരു സമൂഹമാണ് നമ്മൾ. അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സുരേഷ് ഗോപിയെ തെറി തള്ളയ്ക്ക് പറഞ്ഞ് വിട്ടു. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം കുറച്ചുകൂടി കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തേനെ. എന്തായാലും എന്നിട്ടും അദ്ദേഹം JP ഇന്നത്തെ പോയി കണ്ടു. അദ്ദേഹം കാര്യങ്ങൾ നീക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം 2 പ്രാവശ്യം കാണാൻ വീണ ജോർജ് ശ്രമിച്ചു. 1 പ്രാവശ്യം കാണാനും പറ്റി. പിന്നെ വീണ ജോർജ് നേരത്തെ ഒരു അപേക്ഷയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ദേശാഭിമാനി തന്നെ പറഞ്ഞ് വന്നിട്ട് അവസാനം പറയുന്നു ഇങ്ങനെയൊന്നും അല്ലെങ്കിലും കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അവസാനം പറയുന്നു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് വീണ ജോർജ് ഇങ്ങനെ പൈസ ഈ അപേക്ഷ കൊടുത്തിട്ടാണ്. അപ്പോൾ പിന്നെ ദേശാഭിമാനി അങ്ങനെയൊക്കെ പറയുള്ളൂ. പിന്നെ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ കൊള്ളാമെന്ന് പറയുന്നൊരു ലൈനാണ്. അതൊരു വേറൊരു ലൈനുള്ള പത്രപ്രവർത്തനമാണത്. അപ്പോൾ എന്തായാലും പോട്ടെ, അതും നമ്മളിവിടെ ചർച്ച ചെയ്ത് സമയം കളയുന്നില്ല. എന്തായാലും ആശാ വർക്കേഴ്സ് വെട്ടിലായോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ മിനിയും SUCയുടെ മിനിയും SUCയൊക്കെ രാജ്യത്തുള്ള പാർട്ടികൾ ഡൽഹിയിലൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ ബന്ധപ്പെട്ട് അതിൻ്റെ കറക്റ്റ് ഉത്തരവ് മേടിക്കുക, അല്ലെങ്കിൽ സർക്കാർ വഴി മേടിക്കുക. അവർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി ബാക്കി പൈസ ഇവിടെ കൂട്ടാനുള്ള സംവിധാനം നിങ്ങൾ ആലോചിക്കുക. ഇനി അവർ കൂട്ടിയിട്ടില്ലെങ്കിൽ ആ മിനിറ്റ്സിലൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് അവിടെ ക്ലിയർ ചെയ്യാനുള്ള സുരേഷ് ഗോപി വഴിയും രാജീവ് ചന്ദ്രശേഖർ വഴിയൊക്കെ അതിനുള്ള പരിപാടികൾ ആലോചിക്കുക. നിങ്ങൾക്ക് കാര്യം നടത്തിയെടുത്താൽ മതി എന്ന് വിചാരിക്കുക. അല്ല നിങ്ങളിതിനകത്ത് കുഞ്ഞ് രാഷ്ട്രീയം കണ്ട് നിങ്ങളിതിനകത്ത് ബഹളം ഉണ്ടായിക്കൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ തരത്തിൽ ചിന്തിക്കുക. എന്തായാലും ആശമാരുടെ ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് കൂട്ടി എന്നുള്ള വാർത്തയ്ക്കാണ് ഇപ്പോൾ പ്രാമുഖ്യം കിട്ടിയിരിക്കുന്നത്. ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചു എന്നുള്ള പ്രാമുഖ്യമാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യവും കൂട്ടിയിട്ടുണ്ട്. പിന്നെ പെൻഷൻ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരുന്നു. ഇപ്പോൾ 2-3 കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് ഉപോത്ബലകമായി അതിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൂടെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ അടിയന്തരമായി 170-175 ദിവസമായി നിൽക്കുന്ന സമരം വലിയ രൂപത്തിൽ കൊണ്ടുപോകാതെ അങ്ങ് തീരും. പിന്നെ SUC ആയാലും ആശാ വർക്കേഴ്സ് ആയാലും കേരള ഗവൺമെൻറ്റിനെ അടിക്കാനുള്ള ഒരു വടിയായി ഈ സമരത്തെ കാണരുത്. നിങ്ങൾക്ക് അത്യാവശ്യം പെട്ടെന്ന് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുക. സമരം എത്രയും വേഗം മതിയാക്കി സമരത്തിലുള്ളവർ ദയവായി സർവീസിൽ കയറി ജനങ്ങളെ സേവിക്കുക.